ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 2 ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആക്സിലറേഷൻ. ഓക്കെ, എന്താണ് ആക്സിലറേഷൻ എന്ന്, ആക്സിലറേഷൻ്റെ ടൈപ്പ്, അതായത് നെഗറ്റീവ് ആക്സിലറേഷൻ എന്താണ്, പോസിറ്റീവ് ആക്സിലറേഷൻ എന്താണ്, യൂണിഫോം ആക്സിലറേഷൻ, നോൺ യൂണിഫോം ആക്സിലറേഷനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം അറിയണമെങ്കിൽ വെലോസിറ്റി എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതെല്ലാം നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നോട്ട് ആവശ്യമുള്ളവർ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നോട്ട് കിട്ടും. ആ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആക്സിലറേഷൻ. അപ്പോൾ നിങ്ങളെല്ലാവരും വണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളവരായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ ആക്സിലറേറ്റർ എന്താണെന്നുള്ളത് കണ്ടിട്ടുണ്ട്. കാറിലാണെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ ചവിട്ടും, ബൈക്കിലും സ്കൂട്ടറിലും ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഹാൻഡിൽ കറക്കും അല്ലേ? ഇത് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മൾ ആക്സിലേറ്റർ ചവിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഹാൻഡിലുള്ള ആക്സിലേറ്റർ ഇങ്ങനെ കറക്കുമ്പോഴോ എന്താ പറ്റുന്നത്? വണ്ടിയുടെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ത് ചെയ്യും? കൂടും അല്ലേ? അപ്പോൾ എന്താണ് ആക്സിലറേഷൻ എന്ന് ചോദിച്ചാൽ ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അവിടെ ഒരു വണ്ടിയുടെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. ഞാനിവിടെ സ്പീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ഡെഫിനേഷൻ എന്താണ്? ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് അല്ലേ, സമയത്തിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ആക്സിലറേഷൻ. കുറച്ചുകൂടി സ്പെസിഫൈ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം അല്ലേ? ഒരു സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയിൽ എത്ര മാറ്റം സംഭവിച്ചു എന്ന് ചോദിച്ചാലോ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മൊത്തം വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാലോ, രണ്ടും ഒന്ന് തന്നെയാണ്. അതാണ് എന്ത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ആക്സിലറേഷൻ എ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ velocity. Okay, change in velocity by time. Okay, change in velocity by time ആണ് എന്ത്? ആക്സിലറേഷൻ. സോ ഒരു ഒബ്ജക്റ്റ് പോകുമ്പോൾ വെലോസിറ്റിക്ക് ഉണ്ടായിരുന്ന മാറ്റം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെലോസിറ്റിയെ രണ്ടായിട്ട് തിരിക്കും. ഒന്ന് ഇനീഷ്യൽ വെലോസിറ്റി. എന്തുവാണ്? ഇനീഷ്യൽ വെലോസിറ്റി. മറ്റൊന്ന് ഫൈനൽ വെലോസിറ്റി എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കും. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിയെ നമ്മൾ യു എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ഫൈനൽ വെലോസിറ്റിയെ നമ്മൾ വി എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ് ഇനീഷ്യലും ഫൈനലും എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുന്നു. ആ ഒബ്സർവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിന് എത്ര വെലോസിറ്റി ഉണ്ടായിരുന്നോ അതാണ് ഇനീഷ്യൽ വെലോസിറ്റി. നമ്മൾ ആ പറയുന്ന ഒബ്സർവേഷൻ അവസാനിപ്പിക്കുന്ന ലാസ്റ്റ് മൊമെൻറ്റിൽ ആ ഒബ്ജക്റ്റിന് എത്ര വെലോസിറ്റി ഉണ്ടായിരുന്നോ അതാണ് എന്ത്? ഫൈനൽ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റിക്കുണ്ടായ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? അവസാനം ഉണ്ടായിരുന്ന വെലോസിറ്റിയിൽ നിന്നും ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി കുറച്ചാൽ നമുക്ക് വെലോസിറ്റിയിലുണ്ടായ ചേഞ്ച് കിട്ടും. സോ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്? ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. എന്താണ്? വി മൈനസ് യു ബൈ ടി ആണ് എന്ത്? ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഇത് ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി എന്താണ് ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കിയേ, ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററിൽ വരുന്നത് എന്താണ്? വെലോസിറ്റിയാണ്. ഓക്കെ, വെലോസിറ്റിയുടെ ചേഞ്ചോ എന്തോ ആയിക്കോട്ടെ, വരുന്നത് എന്താണ്? വെലോസിറ്റിയാണ്. ഡിനോമിനേറ്ററിൽ വരുന്നത് എന്താണ്? സമയമാണ്. അപ്പോൾ ഞാൻ യൂണിറ്റ് എഴുതുന്നത് എങ്ങനെയെന്നുള്ള മുൻ ക്ലാസ്സുകളിലും പറഞ്ഞു തന്നിട്ടുള്ളതാണ് അല്ലേ? വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണത്? അത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡാണ്. സോ എങ്ങനെ എഴുതും? മീറ്റർ ബൈ സെക്കൻഡ് ബൈ സെക്കൻഡ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? മീറ്റർ ബൈ സെക്കൻഡ് അല്ലെങ്കിൽ ഈ നമ്പറിനെ ഈ താഴെ കിടക്കുന്നതിന് എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇൻറ്റു 1/s എന്ന് വരും. അപ്പോൾ എന്ത് വരും? നമ്മുടെ ഉത്തരവ് എന്ന് പറയുന്നത് മീറ്റർ ബൈ സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ്, സെക്കൻഡ് സ്ക്വയർ. സോ ആക്സിലറേഷൻ്റെ യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ആക്സിലറേഷൻ്റെ യൂണിറ്റ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതാണ് അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാരണം എന്താ? വെലോസിറ്റി എന്ന് വെച്ചാൽ മീറ്റർ പെർ സെക്കൻഡ്. അതിന് വീണ്ടും സെക്കൻഡിനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. അതാണ് എന്ത്? ആക്സിലറേഷൻ്റെ യൂണിറ്റ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലോട്ട് വരാം. ഞാൻ ആദ്യത്തെ ക്ലാസ്സിലും പറഞ്ഞതാണ്, ടെക്സ്റ്റ് കിടക്കുന്ന എക്സാമ്പിളൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് നമുക്കില്ലാത്ത കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആക്സിലറേഷൻ എന്താണെന്ന് മനസ്സിലായിട്ട് നമുക്ക് ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും.
ആക്സിലറേറ്റർ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? വണ്ടിയിൽ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെക്കാനിസമാണ് എന്ത്? ആക്സിലറേറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ആക്സിലറേഷൻ എന്താണെന്നുള്ള കാര്യം. ഇവിടെ ഒരു ബസ്സുണ്ട്. ബസ്സിൻ്റെ 4 പോയിന്റുകൾ എ ബി സി ഡി 4 പോയിന്റ്. ആ 4 പോയിന്റിലുള്ള സ്പീഡ് തന്നിട്ടുണ്ട്. ആദ്യം വണ്ടി എന്തിലായിരുന്നു? റെസ്റ്റിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മനസ്സിലാക്കിക്കോളണം. എപ്പോഴെങ്കിലും വണ്ടി റെസ്റ്റിലിരുന്നിട്ട് മൂവ് ചെയ്ത് തുടങ്ങുകയാണെന്ന് പറയുകയാണെങ്കിൽ അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് 0 ആയിരിക്കും കേട്ടോ. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരും. എന്താ പറഞ്ഞത്? ഒരു വണ്ടി റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വണ്ടിയുടെ ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി എത്രയാണ്? റെസ്റ്റ് അല്ലേ, അപ്പം 0 ആണ്. ഓക്കെ, അപ്പോൾ നോക്കാം. എ ബി സി ഡി. ഓക്കെ, ആദ്യത്തെ 2 സെക്കൻഡ് സമയം കൊണ്ട് വണ്ടിയുടെ വേഗത എന്ന് പറയുന്നത് 0-ൽ നിന്ന് 4 ആയിട്ട് കൂടി. അടുത്ത 2 സെക്കൻഡിൽ 4-ൽ നിന്ന് 8 ആയി. അടുത്ത 2 സെക്കൻഡിൽ 8-ൽ നിന്ന് എത്രയായി? 12 ആയിട്ട് കൂടി. സോ വെൻ ദ ബസ് ട്രാവൽ ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലോട്ട് പോകുമ്പോൾ എയിലുണ്ടായിരുന്ന വെലോസിറ്റി എത്ര? എയിലുണ്ടായിരുന്ന വെലോസിറ്റി എത്രയാണ്? 0. അത് നമുക്ക് എന്ത് വിളിക്കാം? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വിളിക്കാം. ഇനീഷ്യൽ വെലോസിറ്റി വിളിക്കുന്ന ടേം എന്താണ്? യു ആണ്. വാട്ട് ഈസ് ദ വെലോസിറ്റി അറ്റ് ബി? ബിയിലെ വെലോസിറ്റി എത്രയാണ്? അത് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടെ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫൈനൽ വെലോസിറ്റി എന്ന് പറയാം. കാരണം എന്താണ്? നമ്മൾ എ മുതൽ ബി വരെയുള്ള കണ്ടീഷൻ എടുക്കുമ്പോൾ എയിലുണ്ടായിരുന്നത് ഇനീഷ്യൽ, ബിയിലുണ്ടായിരുന്നത് ഫൈനൽ. വൈൽ കൺസിഡറിങ് ദ മോഷൻ ഫ്രം ബി ടു സി, ദ വെലോസിറ്റി അറ്റ് ബി ഈസ് എത്രയാണ്? വെലോസിറ്റി അറ്റ് ബി എന്ന് എത്രയായിരിക്കും? അത് 4 മീറ്റർ പെർ സെക്കൻഡാണ്. ഇവിടെ നോക്കടാ, ബിയിൽ നിന്ന് സിയിലോട്ട്, ഇത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബിയിൽ നിന്ന് സിയിലോട്ട് പോകുന്ന സമയത്ത്, ബിയിൽ നിന്ന് സിയിലോട്ട് പോകുന്ന സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരിക്കും? 4 ആയിരിക്കും. ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും? 8 ആയിരിക്കും. അടുത്ത സിയിൽ നിന്ന് ഡിയിലോട്ട് പോകുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരിക്കും? 8 ആയിരിക്കും. ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും? 12 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇനീഷ്യലും ഫൈനലും എടുക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത്? ഇനീഷ്യൽ ഫൈനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുണ്ടാകുന്ന വ്യത്യാസത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം ഓർ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. എങ്ങനെ കണ്ടുപിടിക്കും? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം വിച്ച് ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ആക്സിലറേഷൻ എന്ത് ക്വാണ്ടിറ്റിയാണ്? അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? യൂണിറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ യൂണിറ്റ് ഓഫ് ടൈം. യൂണിറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണത്? മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ്. സോ നമുക്ക് എന്ത് കിട്ടും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ചോദ്യത്തിലോട്ട് പോകാമല്ലോ. ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ. എ കാർ ഈസ് മൂവിങ് അലോങ് എ സ്ട്രൈറ്റ് റോഡ്. ഒരു കാർ എന്താണ്? സ്ട്രൈറ്റ് റോഡിൽ പോവുകയാണ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇറ്റ് ഈസ് ഗിവൺ ആൻ ആക്സിലറേഷൻ ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് എത്ര എന്താ പറയുന്നത്? ഒരു വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് പോയിക്കൊണ്ടിരിക്കുന്ന ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി. ഓക്കെ, ഇപ്പോൾ ഒരു കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാർ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിലേക്ക് നമ്മൾ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ കൊടുത്തു. എത്ര സമയത്തേക്ക് കൊടുത്തു? 2 സെക്കൻഡ് സമയത്തേക്ക് കൊടുത്തപ്പോൾ ഈ വണ്ടിയുടെ വെലോസിറ്റിയിൽ വന്ന മാറ്റം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് നമ്മളിങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ എടുത്ത ആദ്യത്തെ വെലോസിറ്റി നമുക്ക് യു എന്ന് വിളിക്കാം. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ആക്സിലറേറ്റർ ഇങ്ങനെ ചവിട്ടി പിടിച്ചു 2 സെക്കൻഡ് സമയം. അപ്പോൾ 1 സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് വണ്ടിയുടെ വെലോസിറ്റി എന്ത് ചെയ്തു? കൂടിയെങ്കിൽ 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും വെലോസിറ്റി അത്രയാണ്. ഇത് ലോജിക്ക് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. നമുക്കിവിടെ ലോജിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓൾറെഡി നല്ല ഫോർമുലയൊക്കെ തന്നിട്ടുണ്ട്. അതെടുത്തിട്ട് അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതുക. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ആദ്യത്തെ വെലോസിറ്റി ഞാൻ പറഞ്ഞു. അത് നമ്മൾ എന്ത് വിളിക്കും? യു എന്ന് വിളിക്കും. സോ യു എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. അതിലേക്ക് നമ്മൾ കൊടുത്ത ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. എത്രയാണത്? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എത്ര സമയത്തേക്കാണ് കൊടുത്തത്? 2 സെക്കൻഡ് സമയത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ദ കാർ ആഫ്റ്റർ 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫൈനൽ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിയെയും ആക്സിലറേഷനെയും സമയത്തെയും ഫൈനൽ വെലോസിറ്റിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എടുത്തെഴുതണം. ഏതാണ് ഇക്വേഷൻ? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? വി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുക? അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് പറ്റും? ഞാൻ ആദ്യം ടിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു എന്ന് കിട്ടും. അടുത്ത് ഞാൻ ഈ മൈനസ് യുവിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. മൈനസ് യു ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും അല്ലേ? ഡിവിഷനിൽ കിടന്ന ടി ഈക്വൽ ടുവിന് അപ്പുറത്ത് പോയപ്പോൾ മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറിയെങ്കിൽ
സബ്ട്രാക്ഷനിൽ കിടന്ന യു അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? അഡീഷൻ ആവും അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമല്ലോ. AT പ്ലസ് യു ഇസ് ഈക്വൽ ടു വി. ഒന്ന് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് തിരിച്ചെഴുതാം. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് AT. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു എത്രയാണ്? 10 പ്ലസ് എ എത്രയാണ്? 5 ഇൻറ്റു ടി എത്രയാണ്? 2. അപ്പോൾ ഇങ്ങനെ വന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 10ൻ്റെ കൂടെ 5 കൂട്ടിയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമോ? നിങ്ങൾ പലരും അങ്ങനെയൊക്കെ ചെയ്ത് കളയും. അങ്ങനെ ചെയ്യരുത്. നമുക്ക് ബോർഡ് മാസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് അല്ലേ? ബോർഡ് മാസ് എന്താണ്? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ എന്ന് വെച്ചാൽ ബ്രാക്കറ്റിൽ കിടക്കുന്നതിന് ആദ്യം ചെയ്യുക. ഓഫ് എന്നൊരു ഓപ്പറേഷൻ ഉണ്ട്, നമുക്കിപ്പോൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഡിവിഷൻ കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാവുള്ളൂ? അഡീഷൻ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യം കിടക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് നമുക്ക് അഡീഷൻ ചെയ്യാം. 5 ഇൻറ്റു 2 എത്രയാണ്? 5 ഇൻറ്റു 2 10. അടുത്ത് എന്ത് ചെയ്യാം? 10നെയും കൂട്ടാം. എന്ത് കിട്ടും? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ വെലോസിറ്റി അറ്റ് ദ എൻഡ് എന്ന് പറയുന്നത്. ലോജിക്ക് ആലോചിച്ച് നോക്ക്. 10 മീറ്റർ പെർ സെക്കൻഡിൽ പോയി അല്ലേ? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ത് കൊടുത്തത്? ആക്സലറേഷൻ കൊടുത്തത്. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 15 ആവും. 2 സെക്കൻഡ് കഴിയുമ്പോൾ 5 കൂടി കൂട്ടി എത്രയാവും? 20 ആവും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇവിടെ ടെക്സ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ചെയ്തു തന്ന വഴിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പോകാമല്ലോ. ഓക്കെ. The velocity of an object changes from 4 meter per second to 28 meter per second in 4 seconds. Calculate the acceleration. ഡയറക്റ്റ് ചോദ്യം. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ഒബ്ജക്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആദ്യത്തുണ്ടായിരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ പറയുന്ന ഒബ്ജക്റ്റ് 4 സെക്കൻഡ് സമയം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഇപ്പോഴത്തെ അവസാനത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 28 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇവിടെ ഉണ്ടായ ആക്സിലറേഷൻ എത്ര? തന്നിട്ടുള്ളത് എടുത്ത് എഴുതുക. യു എന്ന് പറഞ്ഞാൽ 4 മീറ്റർ പെർ സെക്കൻഡ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 28 മീറ്റർ പെർ സെക്കൻഡ്. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 സെക്കൻഡ്. യൂണിറ്റ് എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് യൂണിറ്റ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ഫോർമുല എന്താണ്? വി മൈനസ് യു ബൈ ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി എത്ര? 28 മൈനസ് യു എത്ര? 4 ബൈ ടി എത്ര? 4. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 28 മൈനസ് 4. ഓക്കെ, 28 മൈനസ് എന്താണ്? 4 എത്രയാണ്? 24 അല്ലേ? 24 ബൈ 4. സോ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എത്രയാണ്? 24 ബൈ 4 അല്ലേ? 24 ബൈ 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 4 24. സോ 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മൾ ഇവിടുത്തെ ആക്സിലറേഷൻ. എഴുതുമ്പോൾ യൂണിറ്റ് എഴുതാൻ മറക്കരുത്, മാർക്ക് പോകും. ഓക്കെ, സിമ്പിൾ ചോദ്യമല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെഗറ്റീവ് ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷനാണ് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്. അപ്പോൾ ആ ടോപ്പിക്ക് പറഞ്ഞിട്ട് നമുക്ക് വരാം. ഓക്കെ. ഫൈൻഡ് ഇൻസ്റ്റൻസ് ഓഫ് ആക്സിലറേഷൻ ഇൻ യുവർ ലൈഫ് ആൻഡ് റെക്കോർഡ് ദം ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങളുടെ ജീവിതത്തിൽ ആക്സിലറേഷൻ നിങ്ങൾ എവിടെയാണ് കാണുന്നത്? മോഷൻ ഓഫ് എ കോക്കനട്ട് ഫോളിങ് ഫ്രം കോക്കനട്ട് ട്രീ. എന്താ സംഭവം? ഒരു തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നു. നമുക്കറിയാം തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീഴുമ്പോൾ അല്ലെ, ആദ്യം തെങ്ങിലിരിക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? 0 യു എത്രയാണ്? 0. താഴോട്ട് വീഴും തോറും ഓരോ സെക്കൻഡിലും 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വെച്ച് നമ്മുടെ ഭൂമി എന്ത് കൊടുക്കുന്നുണ്ട്? ഈ ഒബ്ജക്റ്റിന് ആക്സിലറേഷൻ കൊടുക്കുന്നുണ്ട്. സോ ആക്സിലറേറ്റഡ് മോഷനാണ് ഒബ്ജക്റ്റ് ഫോളിങ് ടു ദ എർത്ത് എന്ന് പറയുന്നത്. എന്തിന് ഉദാഹരണമാണ്? ഒരു ആക്സിലറേറ്റഡ് മോഷൻ്റെ ഉദാഹരണമാണ്. അതായത് ഓരോ സെക്കൻഡിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് എന്ത് ചെയ്യുന്നു? വെലോസിറ്റി കൂടുന്നു. അങ്ങനെ താഴെ എത്തുമ്പോഴത്തേക്കും വെലോസിറ്റി നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? കൂടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നെഗറ്റീവ് ആക്സിലറേഷൻ പറയുന്ന കേസ് എപ്പോഴാണ്? അതായത് നമ്മൾ പറഞ്ഞു എന്താണ് ആക്സിലറേഷൻ? ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റിക്ക് കൂടുക എന്നൊരു ചേഞ്ച് മാത്രമല്ലല്ലോ ഉള്ളത്, അത് കുറയുകയും ചെയ്യാം. അപ്പോൾ വെലോസിറ്റി കുറയുന്ന അവസ്ഥ ഏതൊക്കെയാണ്? ഒരു ട്രെയിൻ സ്റ്റേഷനിലോട്ട് വരുന്നു, അല്ലെങ്കിൽ നല്ല വേഗത വരുന്ന ട്രെയിൻ സ്റ്റേഷൻ എത്താറാകുമ്പം ബ്രേക്ക് പിടിച്ച് സ്പീഡ് കുറയ്ക്കും. ദ അപ്വേർഡ് മോഷൻ ഓഫ് എ സ്റ്റോൺ ത്രോൺ അപ്വേർഡ്. അതായത് നിങ്ങളൊരു കല്ലെടുത്ത് മുകളിലോട്ട് എറിഞ്ഞു. നമുക്കറിയാമല്ലേ, കല്ലെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിലോട്ട് എറിഞ്ഞാൽ മുകളിലോട്ട് പോയി ഒരു പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യും? അതവിടെ നിന്നിട്ട് താഴോട്ട് വന്ന് വീഴുമല്ലോ. അപ്പോൾ ഇവിടെ എന്ത് പറ്റുന്നു? മുകളിലോട്ട് പോകുന്ന അത്രയും ദൂരമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ വെച്ച് എറിയുമ്പോൾ നല്ല സ്പീഡായിരുന്നു. മുകളിലോട്ട് പോകുന്ന സ്പീഡ് കുറഞ്ഞ് അവസാനം എത്രയാവും അത്? അവസാനത്തെ വെലോസിറ്റി ഇവിടെ എത്തുമ്പോൾ എത്രയായിരിക്കും? അത് 0 ആയിരിക്കും. എന്നിട്ടാണ് താഴോട്ട് വീഴുന്നത്. അപ്പോൾ ഇവിടെ രണ്ടിടത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്നൊരു പട്ടി കുറുകെ ചാടി, നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് പിടിക്കുന്നു, സ്പീഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ഈ എല്ലാ കേസുകളിലും വണ്ടിയുടെ
അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കുറയുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? അവിടെ ഉണ്ടാകുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് വിളിക്കും. കാരണം നമുക്ക് കൂടുന്നതിന് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ കുറയുന്നതിന് നമ്മൾ എന്തായിട്ട് എടുക്കും? നെഗറ്റീവായിട്ട് എടുക്കും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒബ്ജക്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. 10 സെക്കൻഡ് ആയപ്പോഴത്തേക്കും അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 20-ൽ നിന്ന് എത്രയായിട്ട് കുറഞ്ഞു? 20 ആയിരുന്നു, എത്രയായിട്ട് കുറഞ്ഞു? 15 കുറഞ്ഞു. അടുത്ത 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് 10 കുറഞ്ഞു. അടുത്ത 5 സെക്കൻഡ് ആയപ്പോൾ അത് 5 കുറഞ്ഞു. അടുത്ത 10 സെക്കൻഡ് ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അത് 0 കുറഞ്ഞു. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എന്താ പറ്റുന്നത്? ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കുറയുകയാണ്. അങ്ങനെ വെലോസിറ്റി കുറയുകയാണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്നത് നെഗറ്റീവ് ആക്സിലറേഷൻ, അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിട്ടാർഡേഷൻ. അപ്പോൾ എന്താണ് നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ? ദ റേറ്റ് ഓഫ് ചേഞ്ചിനകത്ത് നമ്മൾ ഡിക്രീസ് എന്ന് പറയും. ദ റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് വെലോസിറ്റി ഈസ് നെഗറ്റീവ് ആക്സിലറേഷൻ. അപ്പോൾ എന്താണ്? വെലോസിറ്റിയിലുണ്ടാകുന്ന കുറവിനെയാണ് നമ്മൾ നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ എന്ത് വിളിക്കും? റിട്ടാർഡേഷൻ എന്ന് വിളിക്കും. അപ്പോൾ യൂണിറ്റിന് മാറ്റമൊന്നുമില്ല. എന്ത് തന്നെയാണത്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ് എന്ത്? നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. ആൻ ഒബ്ജക്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, അറ്റൈൻസ് എ വെലോസിറ്റി ഓഫ് 10 meter per second in 5 seconds. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ? അടുത്ത, വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഇഫ് ഇറ്റ് കംസ് ടു റെസ്റ്റ് ഇൻ 5 seconds? വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ? ഓ, ചോദ്യം വായിക്കുമ്പോൾ തന്നെ തല ഇറങ്ങും അല്ലേ? എന്താ ഇവിടെ പറയുന്നത്? കണ്ടീഷൻസ് കുറേ ഉണ്ട്. ഒബ്ജക്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. അപ്പോൾ നമ്മൾ എടുക്കുകയാണ്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ്. ഓക്കെ, ഇതാണ് ഒബ്ജക്റ്റ്. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ വെലോസിറ്റി 0. ഓക്കെ, അറ്റൈൻസ് എ വെലോസിറ്റി ഓഫ് 10 meter per second. ഈ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ആദ്യം 0 ആയിരുന്നു. വണ്ടി എടുത്തു, ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചു, വെലോസിറ്റി എത്രയായിട്ട് കൂടി? 10 meter per second ആയിട്ട് കൂടി. എത്ര സമയം കൊണ്ട്? t is equal to 5 സെക്കൻഡ് കൊണ്ടാണ് അത് കൂടിയത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആക്സിലറേഷൻ എത്ര? നമുക്ക് ആദ്യം അതൊന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് അടുത്തതിലോട്ട് വരാം. അപ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി വേണം u. എത്രയാണത്? 0 ആണ്. ഫൈനൽ വെലോസിറ്റി വേണം v. എത്രയാണത്? അത് 10 meter per second ആണ്. സമയം ആവശ്യമാണ്. സമയം എത്രയാണ്? അത് 5 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആക്സിലറേഷൻ എന്തായിരിക്കും? അത് v മൈനസ് u/t ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എഴുതിക്കോ, a is equal to v എത്രയാണ്? 10 മൈനസ് 0/t എത്രയാണ്? 5. സോ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എത്രയാണ്? 10/5 ആണ്. 10/5 എത്രയാണ്? 2 ആണ്. സോ 2 meter per second സ്ക്വയർ ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ. ശരി, നെക്സ്റ്റ് ചോദ്യം പറയുന്നത് എന്താ? ഇതാണ് എ പാർട്ടിൻ്റെ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറക്കരുത്. എ പാർട്ട് ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബി പാർട്ടിലോട്ട് പോകും. ബിയിൽ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഇഫ് ഇറ്റ് കംസ് ടു റെസ്റ്റ് ഇൻ 5 seconds? എന്ന് വെച്ചാൽ 10 meter per second പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒബ്ജക്റ്റ് അടുത്ത 5 സെക്കൻഡ് സമയം കൊണ്ട് എന്തിൽ വരികയാണ്? റെസ്റ്റിൽ വരികയാണ്. അപ്പോൾ ഒബ്ജക്റ്റ് റെസ്റ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി അപ്പോൾ എന്തായിരിക്കും? വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരിക്കും? ഞാൻ മുന്നത്തെ ചോദ്യത്തിൽ പറഞ്ഞല്ലേ, നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ ഏതാണോ അതനുസരിച്ചാണ് ഇനീഷ്യലും ഫൈനലും തീരുമാനിക്കുന്നത്. ആദ്യത്തെ കണ്ടീഷനിൽ എന്തായിരുന്നു? റെസ്റ്റ് ഇരിക്കുന്ന ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിന് നമ്മൾ u എന്നെടുത്തു ഇല്ലേ? അതിന് നമ്മൾ എന്തായിട്ട് എടുത്തു? u എന്നെടുത്തു. ഫൈനൽ വെലോസിറ്റി നമ്മൾ എന്തായിട്ട് എടുത്തു? v എന്നെടുത്തു. പക്ഷേ ഇപ്പോൾ പറയുന്നത് എന്താണ്? അതല്ല, ഈ സമയം അടുത്ത 5 സെക്കൻഡാണ്. അടുത്ത 5 സെക്കൻഡ് എന്താ പറ്റിയത്? 10 meter per second ഇരുന്ന ഒബ്ജക്റ്റ് 0-ലോട്ട് കുറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ u ആയിട്ട് എടുക്കേണ്ടത് എത്രയാണ്? അത് 10 meter per second ആണ്. അത് കുറഞ്ഞിപ്പോൾ എത്രയായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്? 5 സെക്കൻഡ് കൊണ്ട് അത് സംഭവിച്ചത്. സെയിം പ്രൊസീജിയർ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ബി. ഇപ്പോൾ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എടുക്കുമ്പോൾ നമ്മൾ എത്രയായിട്ട് എടുക്കണം? അവിടെ അത് 10 meter per second ആയിട്ട് എടുക്കണം. അപ്പോൾ ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി നമ്മൾ എത്രയായിട്ട് എടുക്കണം? 0 meter per second ആയിട്ട് എടുക്കണം. അപ്പോൾ ഇവിടുത്തെ സമയം നമ്മൾ എത്രയായിട്ട് എടുക്കണം? 5 സെക്കൻഡ് ആയിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത് എന്താ വെച്ചിട്ടായിരിക്കും? സെയിം ഫോർമുല v മൈനസ് u/t. അപ്പോൾ നോക്കിയോ, a is equal to v എത്ര? v 0. ആഹാ, പലർക്കും ഇവിടെ വെച്ച് തന്നെ നമ്മൾ ചെയ്ത തെറ്റെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആദ്യം ഈ 10 എഴുതും അല്ലേ? ഇത് തെറ്റാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ മാറ്റി കളഞ്ഞിട്ട് ആദ്യം എന്ത് ചെയ്യും? 10 മൈനസ് 0 എന്ന് എടുക്കും. കാരണം 0-ൽ നിന്ന് 10 വരയ്ക്കും നമ്മൾ തെറ്റെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കരുത്. ഇത് നെഗറ്റീവ് ആക്സിലറേഷൻ്റെ കേസാണ്. ആദ്യം ഏത് തന്നെ വരും? 0 തന്നെ വരും. സോ 0 മൈനസ് 10/5. സോ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു -10/5. So acceleration is equal to
-2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മുടെ ഇവിടുത്തെ ആക്സിലറേഷൻ. ഇതേ കിടക്കുന്നു നമ്മുടെ അടുത്ത പോയിന്റ് നെഗറ്റീവ്. സോ റിട്ടാർഡേഷൻ കാണിക്കാൻ നമ്മൾ എപ്പോഴും എന്തുപയോഗിക്കും? നെഗറ്റീവ് സൈൻ ഉപയോഗിക്കും. സോ ഇവിടെ ഈ പറയുന്ന നെഗറ്റീവ് സൈൻ എന്ത് കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് വിറ്റ് ഷോസ് ദ റിട്ടാർഡേഷൻ. ഓക്കെ, ഇതാണ് എന്ത് കാണിക്കുന്നത്? റിട്ടാർഡേഷൻ കാണിക്കുന്നത് ഈ നെഗറ്റീവ് സൈനാണ്. അപ്പോൾ റിട്ടാർഡേഷൻ വരുന്ന കണ്ടീഷനിൽ നമ്മൾ ആക്സിലറേഷന് മുന്നേ എന്ത് കൊടുക്കണം? നെഗറ്റീവ് കൊടുക്കണം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. എ വെഹിക്കിൾ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 5 meter per second is brought to rest in 2 seconds by applying the brakes. Calculate the retardation of the vehicle. ഡയറക്റ്റ് ചോദ്യം. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റ് പോയിക്കൊണ്ടിരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആയിരിക്കുമല്ലോ. അത് എത്രയാണ്? 5 meter per second ആണ്. അതിനെന്ത് ചെയ്തു? റെസ്റ്റിലേക്ക് കൊണ്ടുവന്നു ബ്രേക്ക് പിടിച്ചതിന് ശേഷം. അപ്പോൾ ആളല്ല വരയ്ക്കേണ്ടത്, വണ്ടിയാണ് വരയ്ക്കേണ്ടത് അല്ലേ? കുഴപ്പമില്ല, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വണ്ടി എന്തിലോട്ട് കൊണ്ടുവന്നു? നമ്മൾ റെസ്റ്റിലോട്ട് കൊണ്ടുവന്നു അല്ലേ? റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ 0. ഇനി റെസ്റ്റിൽ നിന്ന് തുടങ്ങിയാലും 0, റെസ്റ്റിൽ വന്ന് നിന്നാലും അവിടുത്തെ വെലോസിറ്റി എത്രയാണ്? 0. എത്ര സെക്കൻഡ് സമയം കൊണ്ട്? 2 സെക്കൻഡ് സമയം കൊണ്ടാണെങ്കിൽ ഇവിടുത്തെ ആക്സിലറേഷൻ എത്ര? സിമ്പിൾ ചോദ്യമാണല്ലോ. യു എത്രയാണ്? 5 meter per second. വി എത്രയാണ്? 0 meter per second. ടി എത്രയാണ്? 2 സെക്കൻഡ്. എ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? വി മൈനസ് യു ബൈ ടി. സോ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 0 മൈനസ് 5 ബൈ 2. സോ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു -5 ബൈ 2. സോ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എത്രയാണ്? 5 ബൈ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 അല്ലേ? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 2.5 meter per second square. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോകാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ ദ second is 40 meter per second and 30 meter per second in the 4th second, what is its acceleration? ചോദ്യം പറയുന്നത് എന്താണ്? ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ആ ഒബ്ജക്റ്റ് നമ്മൾ ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, 2 സെക്കൻഡ് സമയം ആയപ്പോഴത്തേക്കും ആ ഒബ്ജക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 40 meter per second ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 4 സെക്കൻഡ് ആയപ്പോഴേക്കും അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയായിട്ട് കുറഞ്ഞു? 30 meter per second ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആക്സിലറേഷൻ എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ആദ്യം പറയുന്ന വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി, അവസാനം പറയുന്ന വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ യു എത്ര? 40 meter per second. വി എത്ര? 30 meter per second. ചോദിച്ചിട്ടുള്ളത് ആക്സിലറേഷനാണ്. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമ്മുടെ ഫോർമുല എന്താണ്? അത് വി മൈനസ് യു ബൈ ടി ആണ്. അപ്പോൾ ടി വേണം. അപ്പോൾ ഇവിടുത്തെ ടൈം എത്രയാണ്? 2:4. അപ്പോൾ ടൈം എത്രയാണ്? ഇപ്പോൾ നോക്കിയേ, ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത് രണ്ടാമത്തെ സെക്കൻഡിൽ 40 meter per second, നാലാമത്തെ സെക്കൻഡിൽ 30 meter per second ആണെങ്കിൽ ഇവർക്കിടയിൽ അപ്പോൾ എത്ര സെക്കൻഡ് ഉണ്ട്? 4 ൽ 2 കുറച്ചാൽ 2. അപ്പോൾ 2 സെക്കൻഡ് സമയം കൊണ്ടാണ് ഈ വെലോസിറ്റി കുറഞ്ഞത്. ഓക്കെ, അപ്പോൾ ടൈം എത്രയാണ്? 2 സെക്കൻഡ് ആണല്ലേ. കാരണം എന്താ? 2 സെക്കൻഡ് ഡയറക്റ്റായിട്ട് തരേണ്ടതിന് വരെ ഒന്ന് നമുക്കൊന്ന് കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ തന്നു എന്നേ ഉള്ളൂ. കാര്യം ഈസി ആണല്ലേ. രണ്ടാമത്തെ സെക്കൻഡിൽ 40 ആണ്, നാലാമത്തെ സെക്കൻഡിൽ 30 ആണെങ്കിൽ ഇവർക്കിടയിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 2 സെക്കൻഡ്. സോ ഇവിടുത്തെ ആക്സിലറേഷൻ എത്രയാണ്? വി മൈനസ് യു ബൈ ടി. വി എത്രയാണ്? 30 മൈനസ് യു എത്രയാണ്? 40 ബൈ ടി എത്രയാണ്? 2. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എത്രയാണ്? 30 മൈനസ് 40 എത്ര? -10 ബൈ 2. സോ ആക്സിലറേഷൻ എത്രയാണ്? -5 meter per second square ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ. സോ വാട്ട് ഈസ് ഇറ്റ്സ് റിട്ടാർഡേഷൻ? റിട്ടാർഡേഷൻ ആക്സിലറേഷൻ എത്ര തന്നെയാണ്? മൈനസ് തന്നെയാണല്ലേ. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി അറ്റ് ദ എൻഡ് ഓഫ് ദ 8th സെക്കൻഡ്? അങ്ങനെയാണെങ്കിൽ 8ാമത്തെ സെക്കൻഡ് ആകുമ്പോഴേക്കും അപ്പോഴുള്ള വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ബി പാർട്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ മാറിയല്ലേ. ആദ്യം 2 സെക്കൻഡിൽ നിന്ന് 4 സെക്കൻഡിൽ പോകുന്നതായിരുന്നു, അത് കഴിഞ്ഞു. ഇനി 4ൽ നിന്ന് 8ലോട്ട് പോവുകയാണ്. അപ്പോൾ എന്ത് നമുക്കറിയാം? 4ാമത്തെ സെക്കൻഡിൽ ഉണ്ടായിരുന്ന വെലോസിറ്റി അറിയാം. എത്രയാണ്? 30. അത് നമ്മളിപ്പോൾ ഇവിടെ എന്തായിട്ട് എടുക്കും?
ഇപ്പോൾ നമ്മളതിനെ എന്തായിട്ട് എടുക്കും? ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് എടുക്കും. മനസ്സിലായോ? ഇപ്പോൾ നമ്മളത് എന്തായിട്ട് എടുക്കും? 30 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എടുക്കും. കാരണം എന്താ? പക്ഷെ നേരത്തെ 30 വീലായിരുന്നു. കൺഫ്യൂഷൻ വരരുത്. 2 സെക്കൻഡിൽ നിന്ന് 4 സെക്കൻഡിൽ പോയത് ഫസ്റ്റ് കേസ്. അപ്പോൾ ഉണ്ടാകുന്ന പോലെ ആവില്ലല്ലോ അല്ലേ? 4 സെക്കൻഡിൽ ആയപ്പോഴത്തേക്കും വണ്ടിയുടെ വെലോസിറ്റി ഓൾറെഡി കുറഞ്ഞ് 30 ആയി. അടുത്ത് ചോദിച്ചേക്കുന്നത് ഈ 4 സെക്കൻഡും 8 സെക്കൻഡും ഇടയിൽ സംഭവിച്ച കാര്യത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ 4 സെക്കൻഡ് ആണല്ലോ നമ്മൾ തുടക്കത്തെ പോയിന്റ്. അപ്പോൾ അതാണല്ലോ ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ അതെത്രയാണ്? അത് 30 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വി എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ടൈം നമുക്കറിയാം എത്രയാണ്. 4 സെക്കൻഡിൽ നിന്ന് 8 സെക്കൻഡ് ആകുമ്പോൾ സമയം എത്രയാണ്? 8 - 4 4 സെക്കൻഡ്. ഈ സമയം അത്രയും ഉണ്ടായിരുന്ന ആക്സിലറേഷൻ എത്രയാണ്? അത് -5 ആണ്. അതല്ലേ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നു. ഒബ്ജക്റ്റ് സെയിം അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വി കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷൻ എന്താണ്? വി = u + at. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് സംശയം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വീഡിയോ പുറകിലോട്ടൊന്ന് പോയേ. നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ റീഅറേഞ്ച് ചെയ്ത് ഈ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചതാണ് കേട്ടോ. അപ്പോൾ വി = എന്താണ്? u + at. സോ വി = u എത്ര? 30 പ്ലസ് എ എത്ര? -5 ഇൻറ്റു ടി എത്ര? 4. മൊത്തം കൺഫ്യൂഷനായി അല്ലേ? സോ വി = 30 പ്ലസ് -5 ഇൻറ്റു 4. 5 4 20 അല്ലേ? അപ്പോൾ പ്ലസ് എത്ര? -20. സോ 30 പ്ലസ് -20 എന്ന് വെച്ചാൽ എന്താണ്? പ്ലസും മൈനസും കൂടെ മൈനസ് ആവും. 30 - 20. സോ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത്. എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഓപ്പറേഷൻ ഡൗട്ടൊന്നുമില്ലല്ലോ അല്ലേ? ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, 20 കിട്ടി. മൈനസ് ഇവിടെ മുകളിലും ഉണ്ട് താഴെയും ഉണ്ട്. അടുത്ത് പ്ലസും മൈനസും കൂടെ വരുമ്പോൾ നമുക്കറിയാം മൈനസാണ് കിട്ടുന്നത്. സോ 30 - 20 കുറച്ച് 10 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കിട്ടി. മൈനസ് ഒന്നുമില്ല. 30 നിന്നാണ് 20 കുറച്ചത്. സോ ഉത്തരം എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണോ? ലാസ്റ്റ് ടോപ്പിക്ക് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ആക്സിലറേഷൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് യൂണിഫോം ആക്സിലറേഷൻ ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ഒരു നിശ്ചിത അളവിലാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് യൂണിഫോം ആക്സിലറേഷൻ. അതായത് ആദ്യത്തെ സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡ് കൂടി, അടുത്ത സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ് കൂടി. അതായത് ഓരോ ടൈം ഇൻ്റർവെല്ലിലും വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ഈക്വൽ അളവിലാണെങ്കിൽ അതാണ് യൂണിഫോം ആക്സിലറേഷൻ. അപ്പോൾ എന്താ യൂണിഫോം ആക്സിലറേഷൻ? ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ യൂണിഫോം ആക്സിലറേഷൻ ഇഫ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ അറ്റ് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുന്നു എന്ന് വിചാരിക്കുക. സമയം 0, ടൈം 0, വെലോസിറ്റിയും 0. 1 സെക്കൻഡ് ആയപ്പോഴേക്കും വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആയി. അടുത്ത് 2 സെക്കൻഡ് ആയപ്പോഴത്തേക്കും 10 മീറ്റർ പെർ സെക്കൻഡ് ആയി. 3 സെക്കൻഡ് ആയപ്പോഴേക്കും 15 മീറ്റർ പെർ സെക്കൻഡ് ആയി. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ ടൈം ഇൻ്റർവെൽ എത്ര? 1 സെക്കൻഡ്. എത്ര കൂടി? 5 കൂടി. അടുത്തതും 1 സെക്കൻഡ്. എത്ര കൂടി? 5 - 10 ആവണമെങ്കിൽ 5 കൂടി. അടുത്ത ഇൻ്റർവെല്ലിലും എത്ര കൂടി? 5 കൂടി 15. അപ്പോൾ ഓരോ ടൈം ഇൻ്റർവെല്ലിലും വെലോസിറ്റിയിലുണ്ടാകുന്ന മാറ്റം ഈക്വൽ ആയിട്ടാണെങ്കിൽ അതാണ് യൂണിഫോം. അപ്പോൾ എന്തായിരിക്കും നോൺ യൂണിഫോം? ഈക്വൽ അല്ല. ഓക്കെ. ഇഫ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് വേരീസ് ഡിഫറൻ്റ്ലി അറ്റ് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ദെൻ ഇറ്റ് ഈസ് നോൺ യൂണിഫോം ആക്സിലറേഷൻ. അപ്പോൾ ഇതാണ് എന്ത്? യൂണിഫോമും നോൺ യൂണിഫോമും പറ്റിയുള്ള വ്യത്യാസം എന്ന് പറയും. നമ്മുടെ ഒബ്ജക്റ്റ് ഇപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്ന കേസ് പറഞ്ഞില്ലേ? തെങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നു, അല്ലെങ്കിൽ ഒരു കല്ല് മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നു, മഴത്തുള്ളി വീഴുന്നു. ഇവിടെയൊക്കെ എന്താണ്? യൂണിഫോം ആക്സിലറേഷനാണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഭൂമി ഒരു ഈക്വൽ അളവിലാണ് എല്ലാ ഒബ്ജക്റ്റിനെയും താഴോട്ട് വലിക്കുന്നത്. അപ്പോൾ ഇതാണ് യൂണിഫോമും നോൺ യൂണിഫോമും. ഇത്രയും പറയുമ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്ന ഭാഗം കഴിയുന്നു. ഇനി കുറച്ച് ട്രാഫിക് റൂൾസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലോട്ട് പോകും. അതെന്താണ്? അത് ഈ പറയുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷനാണ്. കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ടോപ്പിക്ക് എടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമല്ലോ? ഒന്ന് ലൈക്ക് ചെയ്യണം, നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. വാട്സാപ്പ് നമ്പർ ഇവിടെ മുകളിലുണ്ട്, അതിൽ വാട്സാപ്പ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ കയറിയിട്ട് അവിടെ ചോദിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ചോദിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.